വേണു, ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ, ഇത്ര നിരാശയോടുകൂടി ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആദ്യമായാണ്. കാരണം ഒന്നാമതായിക്കൊണ്ട് വളരെ ബയാസ്ഡ് ആയിട്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസരമാക്കുകയാണോ, ലീഗ് അവസരമാക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ പറയുന്നത് ഇത് ലീഗ് ഒരു അവസരമാക്കുകയാണ് എന്നാണ്. പിന്നീട് വരുന്ന ഓരോ പാനലിസ്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു മൂവാറ്റുപുഴയുടെ ഷെയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന ഒരു തന്ത്രമാണ്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ലീഗിന്റെ മൗത്ത് പീസ് ആവുകയാണ്. ഇങ്ങനെ എന്ത് അബദ്ധജടിലമായ വാദങ്ങളാണ് ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആവശ്യപ്പെടുന്നത്, ഒന്നാമതായി ഫാക്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചർച്ചയെ സമീപിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഫാക്ട് വസ്തുതകളുണ്ടല്ലോ, ആ വസ്തുതകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചർച്ചയെ സമീപിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ചർച്ചയ്ക്ക് ഒരു റെലവൻസ് ഉള്ളൂ. ഇത് വെറും ബയാസ്ഡ് ആയിട്ടുള്ള ചർച്ചയാണ്. ഇവിടെ പറയുകയുണ്ടായി. ചോദ്യം ഇതാണ്, ലീഗ് സജീവമായി നിർത്തുന്ന വിഷയം അത് ലീഗിൽ നിന്ന് പറയാതെ സതീശൻ പറയുക എന്ന പുതിയ തന്ത്രമാണോ ഉണ്ടായിരിക്കുന്നത്? സംസ്ഥാനത്ത് ജില്ലാ വിഭജനം എന്ന് പറയുന്ന വിഷയം 2026 പുതുതായി ഉണ്ടായ ഒന്നല്ല. എത്രയോ കാലങ്ങളായി ഇത്തരം ചർച്ചകൾ എല്ലാ സംസ്ഥാനങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ തന്നെ മൊത്തം ഡാറ്റ എടുത്തു നോക്കുകയാണെങ്കിൽ 1951 ഏകദേശം 311 ജില്ലകൾ മാത്രമുള്ള ഒരു രാജ്യം. പിന്നീട് 1076 വർഷങ്ങൾക്കിടെ വന്നിട്ടുള്ള മാറ്റം എത്രയാണ്? 91 അത് 466 ആവുന്നു, 2001 593 ആവുന്നു, 2026 ആകുമ്പോഴേക്ക് 803 ആകുന്നു. എന്ന് വെച്ചാൽ 75 വർഷത്തിനിടെ ഏകദേശം 492 ജില്ലകൾ പിറവിയെടുത്തുകൊണ്ട് ഇന്ത്യ മാറുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളും എടുത്തു. ഏറ്റവും ഒടുവിൽ വന്ന സംസ്ഥാനങ്ങൾ തെലങ്കാന അടക്കമുള്ള, കേരളത്തിന്റെ അത്ര തന്നെ പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നത്. അവിടെ ഏകദേശം ഒരു 3.5 കോടി ജനസംഖ്യയാണ് അവിടെ ഉള്ളത്. അവിടെ 33 ജില്ലകളുണ്ട്. കേരളം ഇപ്പോഴും ശ്വാസം മുട്ടുന്ന ജില്ലകളാൽ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളാൽ ശ്വാസം മുട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഇറ്റ്സ് എ ഫാക്ട്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്, 14 ജില്ലകളാണുള്ളത്. ആ 14 ജില്ലകളിൽ തന്നെ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കണക്ക് 2011 സെൻസസ് ആണ്. പിന്നീട് അങ്ങോട്ട് രാജ്യത്ത് സെൻസസ് നടന്നിട്ടില്ല, കണക്കെടുപ്പ് നടന്നിട്ടില്ല. ആ കണക്കെടുപ്പ് നടത്താത്തത് കൊണ്ട് തന്നെ മറ്റേതെങ്കിലും പ്രൈവറ്റ് സോഴ്സിന്റെ ഡാറ്റ ഉപയോഗിച്ച് ഇത് പറയുന്നത് ശരിയല്ല എന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഏകദേശം ആ കണക്ക് തന്നെ മുന്നോട്ട് വെക്കാം. കേരളത്തിലെ 14 ജില്ലകളിലെ കണക്കെടുക്കുക. മലപ്പുറം ജില്ലയാണ് ജനസംഖ്യാടിസ്ഥാനത്തിൽ ഒന്നാമത് നിൽക്കുന്നത്. ഇപ്പം ഈ 2011 സെൻസസ് പ്രകാരം മാത്രം 41,12,920 അന്ന് മലപ്പുറം ജില്ലയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തിരുവനന്തപുരമാണ്, 33,01,427 33 ലക്ഷമാണ് ആ കണക്ക് പ്രകാരം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന തിരുവനന്തപുരത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. മൂന്നാം സ്ഥാനത്ത് 32 ലക്ഷവും സംതിങ് ആയിട്ട് എറണാകുളം. അങ്ങനെ പോയിട്ട് ഏറ്റവും ഒടുവിൽ വയനാടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 8 ലക്ഷത്തി സംതിങ് ആണ് വയനാടിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഈ ജനസംഖ്യാടിസ്ഥാനത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിലുള്ള 3 ജില്ലകളിലും പല കാലങ്ങളിലായി ജില്ലാ വിഭജനം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ആ ആവശ്യം ഉണ്ടാവുന്നതിന്റെ കാരണം ജനസംഖ്യാനുപാതികമായി വിഭവങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നില്ല. ആ വിഭവങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നതിൽ ഈസിനെസ് ഉണ്ടാവാൻ വേണ്ടി, ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി ജില്ലാ വിഭജനം, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്, നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് ജില്ലാ വിഭജനം എന്ന ആവശ്യം ഏതോ കാലത്തുണ്ട്. ഇപ്പം ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചൊരു ജില്ല എന്ന് പറയുന്നത് പുതുതായ ആവശ്യമല്ല. അത് കരുണാകരന്റെ ഷെയ്ഡിൽ നിർത്താനുമല്ല. കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കാലത്ത് ഡി ബാബു പോളിനെ വെച്ചൊരു കമ്മീഷൻ ഉണ്ടാക്കുകയും ആ കമ്മീഷന്റെ പഠനം പുറത്തു വരികയും ഒക്കെ ചെയ്തിട്ടാണ്, നടപ്പിലായിട്ടില്ല എന്നത് മാത്രം അവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും അത്തരം കമ്മീഷൻ ഉണ്ടാവുകയും ആ പഠനങ്ങൾ നടത്തുകയും, ഏത് വർഷമാണത്? ഏകദേശം 1982 മറ്റോ ആണെന്നാണ് എന്റെ ഓർമ്മ. അത് ശരിയാണെങ്കിൽ ആ കാലത്ത് പോലും ജില്ലാ വിഭജനം എന്ന് പറയുന്ന ഒരു ആവശ്യമുണ്ട്. മലപ്പുറത്തെ ചൊല്ലി ഒരുപാട് കാലങ്ങളായി ജില്ലാ വിഭജനം എന്നൊരു വിഷയം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ജനസംഖ്യാടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഈ ഭൂമിശാസ്ത്രപരമായൊക്കെ നമുക്ക് പ്രയാസങ്ങളുണ്ട്. ഇല്ലല്ലേ, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ ഇന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒരു യോഗത്തിന് പോവുകയാണ്. പല സ്ഥലത്ത് നിന്ന്, എന്ന് വെച്ചാൽ പൊന്നാനിയിൽ നിന്ന് ആൾ വരണം, നിലമ്പൂരിൽ നിന്ന് ആൾ വരണം, 50 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരാൾ വരണം, 40 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന്
എന്നുള്ള ആൾ പറഞ്ഞാൽ ഞാൻ അപ്പോഴും ദൂരത്തെ മാത്രമല്ല പ്രശ്നമാക്കുന്നത്. അത്രയും ആളുകൾ സംഗമിച്ചാണ് നമ്മൾ ഈ ജില്ലാ ആസ്ഥാനത്തിരുന്നുകൊണ്ട് മൊത്തം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇവിടെ വിഭവങ്ങളുടെ ലഭ്യതയിൽ തന്നെ അല്ലെങ്കിൽ വിഭവങ്ങളുടെ ഒരു വിതരണത്തിൽ തന്നെ വലിയ അനീതി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ മറ്റേതെങ്കിലും പ്രത്യേകിച്ച് തെക്കൻ സംസ്ഥാനങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ മലപ്പുറം ജില്ല ഒരുപാട് പുറകിൽ തന്നെയാണ്. മറ്റ് ഗവൺമെന്റ് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും നമുക്ക് കിട്ടാത്ത രൂപത്തിൽ ഇവിടെ വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അത് ഗതാഗതത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞങ്ങൾക്ക് കീഴിൽ ഒരുപാട് ഈ ഡിസ്പെൻസറികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ ഉണ്ട്. ഗവൺമെന്റ് ആശുപത്രി എന്ന് പറയുമ്പോൾ മലപ്പുറത്തിന് മഞ്ചേരിയാണ് ഒരു മെഡിക്കൽ കോളേജിലുള്ളത്. ആ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇതേ ഫോറത്തിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ചർച്ച ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. റഫറൽ മെഡിക്കൽ കോളേജ് എന്നാണ് നാട്ടുകാർ അതിനെ വിളിക്കാറുള്ളത്. കാരണം അതിനാവശ്യമായ സൗകര്യങ്ങൾ പോലും ഇപ്പം മലപ്പുറം ജില്ലയിലില്ല. മലപ്പുറത്ത് മഞ്ചേരിയിൽ ഒരു താലൂക്ക് ആശുപത്രി പോലെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇതിന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്താ? റഫറിംഗ് ആണ്. ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുക. നല്ലൊരു സൗകര്യം, ചികിത്സാപരമായ സൗകര്യം അവിടെയുള്ളൂ. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അല്ലല്ലോ സാധാരണക്കാർ ആശ്രയിക്കേണ്ടുന്ന ഒന്നെന്ന് പറയുന്നത്. അതിന് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ വേണ്ടേ? മറ്റു ജില്ലകളിലൊക്കെ ഏകദേശം ഇപ്പം ആയുർവേദ ആശുപത്രിയുടെ ഒരു കണക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസമായി ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത്. മറ്റ് ജില്ലകളിൽ ഏകദേശം 792 പേർക്ക് ഒരു കിടക്ക എന്ന രൂപത്തിൽ പേഷ്യൻസിന് ഉണ്ടെങ്കിൽ അത് മലപ്പുറത്തേക്ക് എത്തുമ്പോൾ 2010 പേർക്ക് ഒരു കിടക്ക എന്നുള്ളതാണ് ആരോഗ്യ സംവിധാനങ്ങൾ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മറ്റു ജില്ലയിൽ 2,37,607 പേർക്ക് ഒരു ആശുപത്രി, ഒരു ആയുർവേദ ആശുപത്രി എന്ന് പറയുമ്പോൾ അത് മലപ്പുറത്തെത്തുമ്പോൾ 3,42,000 3.5 ലക്ഷം ആൾക്കാർക്ക് ഒരു ഗവൺമെന്റ് ഡിസ്പെൻസറി ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ വിദ്യാഭ്യാസപരമായി എത്ര ഉപവിദ്യാഭ്യാസ ജില്ലകളാണ് മലപ്പുറത്തുള്ളത്? ആ ഓരോ ഉപവിദ്യാഭ്യാസ ജില്ലക്കകത്തും എത്രയധികം സ്കൂളുകളാണുള്ളത്, എത്ര മാനേജ്മെന്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം DPC യോഗത്തിൽ ഞങ്ങൾ തന്നെ ആവശ്യപ്പെടുകയുണ്ടായി, മലപ്പുറം ജില്ലക്ക് 2 DMOമാരെ തരുമോന്ന്. അത് ചോദിക്കുന്നത് ശരിയല്ല. 2 കളക്ടർ തരുമെന്ന് ചോദിക്കുന്ന പോലെ ഒരു പരിപാടിയാണ്. ഒരു DMOക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആരോഗ്യ സംവിധാനം അല്ല മലപ്പുറം ജില്ലയിലുള്ളത്. ഇങ്ങനെ വിഭവങ്ങളുടെ ഒരു വിതരണത്തിലുള്ള ഒരു വലിയ പ്രയാസം മലപ്പുറം ജില്ല ഒരുപാട് കാലമായി നേരിടുന്നുണ്ട്. ആ വിഷയം മലപ്പുറത്ത് ലീഗ് ഉന്നയിച്ചാൽ, അല്ലെങ്കിൽ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉന്നയിച്ചാൽ എന്താ പ്രശ്നം? ഇപ്പൊ PMA സലാം സാഹിബ് എന്താ പറഞ്ഞിട്ടുള്ളത്? ജനസംഖ്യാനുപാതികമായി എല്ലായിടത്തും വിതരണം കൃത്യമാവുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവണം. അതുകൊണ്ട് മലപ്പുറത്തും ഉണ്ടാവണം. ഇനിയിപ്പോ മലപ്പുറം ജില്ലയെ കുറിച്ച് അങ്ങനെ ഒരു ആശങ്ക ലീഗ് ഉന്നയിച്ചാൽ അവിടെ എന്താ തെറ്റ്? അത് എപ്പോഴേക്ക് നിങ്ങൾ എങ്ങനെയാ വലിയൊരു പ്രയാസം കാണുന്നത്? എപ്പോഴേക്ക് എങ്ങനെയാ നിങ്ങൾ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അത് എന്തൊരു വലിയ വിഡ്ഢിതമാണ്. ശരി, നജ്മ തബ്ഷിറ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നന്നായി സംസാരിക്കുന്നു. താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത് ആ ജില്ലയുടെ ഭരണപരമായ പരാധീനതകളുടെ വസ്തുതകൾ തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ വിഷയം ഉന്നയിക്കുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളും രാഷ്ട്രീയ വസ്തുതകളും. നമുക്കതും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ ചർച്ചയും ഇതിനൊപ്പം തന്നെ നടക്കേണ്ടതുമാണ്. അത് പക്ഷപാതപരമാണ് എന്ന താങ്കളുടെ വിമർശനത്തെ ഉൾക്കൊള്ളുന്നു. പക്ഷെ അങ്ങനെ ഒരു പക്ഷവുമുണ്ട്. അതിന് ആ ഭാഗവും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നത് ഈ ചർച്ചയുടെ സ്വഭാവം തന്നെയാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. വീണ്ടും അങ്ങ് സംസാരിക്കുമ്പോൾ